ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് യുകെയുടെ ചാരസംഘടനാ മേധാവി. ചാരസംഘടനാ മേധാവി റിച്ചാർഡ് മൂറാണ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയത്. ഇറാൻ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിനുള്ള പ്രതികാര പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇസ്രയേൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മൂർ പറഞ്ഞു. കഴിഞ്ഞ ജൂലൈയിലാണ് ഇസ്മായിൽ ഹനിയ തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അമേരിക്കയും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തങ്ങളുടെ വാർഷിപ്പുകൾക്ക് അനന്തമായി മിഡിൽ ഈസ്റ്റിൽ തങ്ങാൻ കഴിയില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കൂട്ടിച്ചേർത്തു. ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ അംഗീകരിക്കപ്പെടാത്തത് നെതന്യാഹുവിന്റെ കടും പിടുത്തം കൊണ്ടാണ്. ഫിലാഡൽഫി കോറിഡോറിൽ നിന്നും പിന്മാറില്ലെന്നുള്ള നെതന്യാഹുവിന്റെ വാശിയാണ് വെടിനിർത്തൽ ചർച്ചകൾ സങ്കീർണമാക്കുന്നതും. ഫിലാഡൽഫി കോറിഡോറിൽ ഇസ്രയേൽ പട്ടാളം റോഡുകളും മറ്റ് മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറുകളും ഉണ്ടാക്കുന്നതായി BBC റിപ്പോർട്ട് ചെയ്തു. അതേസമയം ടെൽ അവീവിലും ഹൈഫയിലും ജെറുസലേമിലും ലക്ഷക്കണക്കിന് ആളുകൾ നെതന്യാഹുവിനെതിരെ പ്രതിഷേധവുമായി നിരത്തിലിറങ്ങി. പ്രതിഷേധക്കാർ പറയുന്നത് വെടിനിർത്തൽ അംഗീകരിക്കപ്പെടാതിരിക്കാൻ കാരണം നെതന്യാഹുവിന്റെ നിലപാടുകളാണെന്നാണ്. അതിനിടയിൽ ഇസ്രയേലിന്റെ വടക്കൻ ബോർഡറിൽ ഹെസ്ബുള്ളയുടെ ആക്രമണം ശക്തമാക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ മാത്രം 1307 റോക്കറ്റ്സ് ആക്രമണങ്ങളാണ് ഹെസ്ബുള്ള വടക്കൻ ഇസ്രയേലിൽ നടത്തിയത്. IDF ഹെസ്ബുള്ളയുടെ നിരവധി ആയുധപ്പുരകൾ ആക്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്.